2 വർഷക്കാലമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആമിനയുടെ ശരീരമാകെ ഇപ്പോൾ തളർന്ന നിലയിലാണ്. എഴുന്നേറ്റ് നിൽക്കാനോ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ കഴിയാത്ത അവസ്ഥയിലും തനിക്കും തൻ്റെ കുഞ്ഞിനും നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആമിനയുടെ വാക്കുകൾ ഇപ്പോൾ ഇടറുന്നുണ്ട്. അതെ, ഒരു പെൺകുട്ടിയുടെ ജീവിതവും ആരോഗ്യവും സ്വപ്നങ്ങളും ഒരുപോലെ തകർത്തു കളഞ്ഞ ക്രൂരതയുടെ നേർചിത്രമാണ് ഈ വീഡിയോ. സ്നേഹത്തോടെ കൂടെയുണ്ടാകേണ്ട ഒരാൾ, നമ്മൾ ജീവന് തുല്യം വിശ്വസിച്ച ഒരാൾ, ഒരു മൃഗത്തെ പോലെ ഉപദ്രവിച്ച് നമ്മുടെ ജീവിതം തല്ലിക്കെടുത്തുവാൻ നോക്കിയാൽ എങ്ങനെയുണ്ടാകും? കേട്ടാൽ ഏതൊരു മനുഷ്യൻ്റെയും ചോര മരവിച്ചു പോകുന്ന ഒരു ക്രൂരതയുടെ കഥയാണിത്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും അവളുടെ യൗവനവും ആരോഗ്യവും തുടിക്കുന്ന ശരീരവും എങ്ങനെയാണ് ഒരു നരാധമൻ അടിച്ചു തകർത്തത് എന്നതിൻ്റെ നേർചിത്രം. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും വരുന്ന ഈ വാർത്ത നമ്മുടെ ഉള്ളിലേക്കും. 18-ാം വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി അഷ്കർ എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയ ആമിന എന്ന പെൺകുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഏത് കരിങ്കല്ലായ മനുഷ്യൻ്റെ മനസ്സും അലിഞ്ഞു പോകും. വെറും 23 വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടി ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കിടക്കയിൽ ജീവശവമായി കിടക്കുകയാണ്. ഈ കഥ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകാം. 2022 പാലോട് സ്വദേശിയായ ആമിനയും നെടുമങ്ങാട് സ്വദേശിയായ അഷ്കറും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അന്ന് ആമിനയ്ക്ക് വയസ്സ് വെറും 18. ലോകത്തെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലാതെ മാതാപിതാക്കളുടെ തണലിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയ ഒരു പാവം പെൺകുട്ടി. എന്നാൽ ആ വീടിൻ്റെ പടിവാതിൽ കടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ആമിനയുടെ ജീവിതം ഒരു നരകമായി മാറുകയായിരുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേര് പറഞ്ഞായിരുന്നു അഷ്കറിൻ്റെയും അയാളുടെ ഉമ്മയുടെയും സഹോദരിയുടെയും പീഡനങ്ങൾ. സ്നേഹിക്കേണ്ട കൈകൾ ആദ്യമൊക്കെ അവളുടെ മുഖത്തടിച്ചു. പിന്നീട് ഇരു ചെവികളും പൊത്തിപ്പിടിച്ച് ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. കരയാൻ പോലും അനുവാദമില്ലാത്ത ആ 4 ചുവരുകൾക്കുള്ളിൽ അവൾ അനുഭവിച്ച നരകയാതനകൾ വാക്കുകൾക്ക് അപ്പുറമാണ്. കള്ള നായിൻ്റെ മോനെ. പീഡനങ്ങൾ അവിടെയും തീർന്നില്ല. ഗർഭിണിയായ അവസ്ഥയിൽ പോലും ആമിനയ്ക്ക് ആ വീട്ടിൽ നിന്നും കരുണ ലഭിച്ചില്ല. വയറ്റിൽ ചവിട്ടുക, മൂക്കും മുഖവും മുഷ്ടി ചുരുട്ടി ഇടിച്ച് തകർക്കുക, ഇതൊക്കെയായിരുന്നു അഷ്കറിൻ്റെ വിനോദം. ഇതിനിടയിൽ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും അഷ്കർ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, എത്രമാത്രം ഭീകരനായിരുന്നു അയാൾ. ഒരു ദിവസം മർദ്ദനമേറ്റ് അവശയായ ആമിന ബോധം കെട്ട് വീണു. അവൾ മരിച്ചെന്ന് കരുതി അഷ്കറും കുടുംബവും ചെയ്തത് എന്താണെന്നോ? ആ മൃതദേഹം ഫാനിൽ കെട്ടിത്തൂക്കി അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കയറെടുത്ത് കഴുത്തിലിട്ടു. ദൈവസഹായത്താൽ പെട്ടെന്ന് ബോധം തിരികെ വന്ന് ആ കുട്ടി നിലവിളിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് ആ ജീവൻ തിരികെ കിട്ടിയത്. അവിടെയും തീർന്നില്ല ആ കൊടും ക്രിമിനലിൻ്റെ വധശ്രമങ്ങൾ. ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും ആമിനയെ പുറത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. വായിൽ ബലമായി വിഷമൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ കിണറ്റിൽ തള്ളിയിട്ടും അവളെ ഇല്ലാതാക്കാൻ നോക്കി. എന്നാൽ ആമിനയുടെ ജീവിതം പൂർണ്ണമായും തകർത്ത ഒരു കറുത്ത ദിവസം വന്നെത്തിയത് 2024 ഒരു തർക്കത്തിനിടയിൽ അഷ്കർ ആമിനയുടെ തലയുടെ പിൻഭാഗം ഭിത്തിയിൽ ചേർത്ത് ക്രൂരമായി ഇടിക്കുകയായിരുന്നു. ആ ആഘാതത്തിൽ അവളുടെ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റു. ചോരയൊലിച്ച് വീണ അവളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നീണ്ട 13 മാസമാണ് ആമിന കോമ അവസ്ഥയിൽ ജീവനും മരണത്തിനും ഇടയിലുള്ള ആ നേർത്ത നൂൽപാലത്തിൽ കിടന്നത്. അവളുടെ ഉമ്മയും കുടുംബവും കണ്ണീരോടെ ആ ICUവിന് മുന്നിൽ കാവലിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. 2 വർഷമായി അവൾ ആ ആശുപത്രി കിടക്കയിൽ തന്നെയാണ്. തനിക്കും തൻ്റെ കുഞ്ഞിനും നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ ഇന്നും നിറയുന്നുണ്ട്. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ട്. പ്രതിയായ അഷ്കർ എന്ന ആ കൊടും ക്രിമിനൽ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കണം. നിയമം ഇവർക്ക് നീതി ഉറപ്പാക്കണം. ഒരു പിഞ്ചു ജീവൻ എത്രയേറെ ക്രൂരതകളാണ് ഏറ്റുവാങ്ങിയത്. ഇരു കൈകളും മുടിഞ്ഞു. ആരോടും പരാതി പറയാൻ പോലും കഴിയാത്ത പ്രായത്തിൽ എങ്ങനെയായിരിക്കും ആ പിഞ്ചു ദേഹം ഇത്രയും വലിയ ക്രൂരതകൾ സഹിച്ചത്? ഈ അഷ്കർ എന്ന ക്രൂരനായ മൃഗത്തെയും ഇതിനെല്ലാം കൂട്ടുനിന്നെന്ന് സംശയിക്കപ്പെടുന്ന അമ്മയെയും മനുഷ്യരാണെന്ന് പോലും പറയാൻ പാടില്ല.
കുഞ്ഞ് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ തല ഭിത്തിയിലടിപ്പിച്ചു എന്നാണ് ഈ അഷ്കറിൻ്റെ മൊഴി. ഒരു പിഞ്ച് ജീവനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് തോന്നിയത്? എന്നാലും ആ പൈതലിൻ്റെ മുഖം കാണുമ്പോൾ നെഞ്ച് തകരുന്നു.